ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഉറക്കം തൂക്കിയില്ലേ വെറുതെ? ഉറപ്പായിട്ടും. കാരണം എന്തെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം മനസ്സിലാവും നമ്മൾ എന്താണ് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്. രാവിലെ ഇന്നലെ ഇത്തിരി ഭയങ്കര നിർബന്ധമായിരുന്നു. ഉറങ്ങിയത് 6:30. 6:30 വെളുപ്പാക്കാലം മൃദുല. ഞാനും ഉറങ്ങി. ഞാൻ ഏതാണ്ട് ഒരു 4 മണിയൊക്കെ ഉറങ്ങി. ഇതാണ് അവന്റെ തലകണ. അവൻ ഇവിടെയാണ് കിടക്കണത്, ഞാൻ ഇവിടെ കിടക്കും, മൃദുല അവിടെ കിടക്കും. രാത്രി എനിക്ക് പേടിയാണ്, ഞാൻ അങ്ങനെ അവനെ കയ്യൊക്കെ എടുത്തിടുമെന്ന്. പക്ഷെ മൃദുല അവനെ പൊതിഞ്ഞ് കിടക്കണം. ഞാൻ ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് കിടക്കും. നല്ല ഉറക്കമാകുമ്പോൾ ഞാൻ തിരിഞ്ഞ് കിടക്കും. എടാ കൊണ്ട തുടങ്ങണ്ടേ നമുക്ക് ഇത് ദിവസം നല്ലോണം. ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. മൃദുല കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവനെ നോക്കും. അങ്ങനെ മാറി മാറി ചിലപ്പോൾ അവൻ കരയെ ഫീഡ് ചെയ്യാൻ നേരത്ത് പിന്നെ ഞാൻ ബാക്കി കുക്ക് ചെയ്യും. അങ്ങനെയൊക്കെ ഫുൾ ഒരു കോമ്പിനേഷനിലാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഗൈസ്, നല്ല ഹാപ്പി ആയിട്ട് വൈബായിട്ട് നമ്മൾ ഈ ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ സുഹൃത്തുക്കളെ. ആദ്യമൊക്കെ നമ്മൾ ദോശയായിരുന്നു, ഇപ്പൊ 2 ദിവസമായിട്ട് നമ്മളിപ്പോ സ്മൂത്തിയാണ്. അപ്പൊ ഫസ്റ്റ് സ്മൂത്തി അടിക്കാം. സ്മൂത്തി നിനക്ക് സ്മൂത്തി ഇല്ല, നിനക്ക് അമ്മയുടെ സ്മൂത്തി ഉള്ളൂ, നിനക്ക് സ്മൂത്തി ഇല്ല. ഓക്കെ ഗൈസ്, ഗുഡ് മോർണിംഗ് നെയ്ബേഴ്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. മൃദുല കുഞ്ഞു കരച്ചിലായ റൂമിലോട്ട് പോയി. ഇപ്പോൾ സ്മൂത്തി ഇത് അടിച്ചിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. വെരി ടേസ്റ്റി എന്ന്. ഇത് ജർമ്മനാ, ജർമ്മൻ. സ്മൂത്തി കൊള്ളത്തില്ലെന്ന് വേറെ ഏതോ ഭാഷയിൽ തെറി വിളിച്ചാണ്. ഇതൊക്കെ പഠിക്കാനായിട്ട് ഭയങ്കര സിമ്പിൾ അല്ലേ? നമ്മൾ ഡൂലിംഗോ ആപ്പ് വഴി ഞാൻ നോക്കി പഠിച്ചത്. എല്ലാ ഭാഷയും പഠിക്കാൻ പറ്റും. ഇതിനകത്ത് 40+4 ലാംഗ്വേജസ് ഉണ്ട്, അത് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഡൂലിംഗോ എന്ന് പറയുന്നത് ഒരു ഫ്രീ ലാംഗ്വേജ് ലേണിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഡൂലിംഗോ അവരുടെ ആപ്പിൽ പുതുതായിട്ട് തമിഴ് ലാംഗ്വേജ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുവഴിയായിട്ട് ഈസി ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനായിട്ട് സാധിക്കും. ജപ്പാൻ, കൊറിയൻ, ഫ്രഞ്ച്, അങ്ങനെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ലേണിംഗ് രീതിയൊക്കെ ഭയങ്കര ഡിഫറൻറ്റ് ആണ്. സത്യം പറഞ്ഞ ഒരു ഗെയിം കളിക്കുന്നത് പോലെ നമുക്ക് ലാംഗ്വേജ് പഠിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിന്റെ എക്സസൈസ് ഒക്കെ ഭയങ്കര ഫണ്ണാണ്. നമുക്ക് ഒരു 10 to 15 മിനിറ്റ്സ് നമുക്ക് ഒരു ദിവസം മാറ്റി വയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് മൊബൈൽ വഴി തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ലാംഗ്വേജ് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡൂലിംഗോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. കൂടാതെ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങും, പിന്നെ നമ്മുടെ ജോലികളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും. വെള്ളം ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. കണ്ണില് പച്ചവെള്ളം ഒഴിക്കുന്നത് ഭയങ്കര ദേഷ്യം, മുഖത്ത് തൊടുന്നതേ ദേഷ്യം. കുളി എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? എടാ കുളി എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? എനിക്ക് ബാത്റൂമിൽ പോയി എൻ്റെ കൈ വേണോ? ഗൈസ്, അപ്പോൾ ചെറുക്കൻ്റെ ഉറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അയ്യോ, ഒരു നീണ്ട പരിശ്രമത്തിന് ശേഷം ഉറങ്ങിയില്ലേ? ഉറക്കിട്ട് ഞാൻ കണ്ണും പിരിവൊക്കെ എഴുതി വരച്ചിട്ട് അങ്ങോട്ട് പോയത്. നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ. നമ്മൾ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് ഇതുവരെയായിട്ടും പോയിട്ടില്ല. അപ്പോൾ ഞാൻ പോയി വീട്ടിൽ കുറച്ച് സാധനങ്ങൾ, നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള, ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരട്ടെ. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചന്തയുടെ അകത്ത് വണ്ടി നിടാൻ പറ്റത്തില്ല, അപ്പോൾ നമ്മളിവിടെ സ്റ്റാൻഡിനകത്ത് പാർക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. ഇവിടെ പേ പാർക്കിംഗ് ഉണ്ട്. ഓ, മുടിഞ്ഞ വെയിൽ ഗൈസ്. ഇതാണ് പോത്തങ്കോട് ബസ് സ്റ്റാൻഡ്. ഇവിടെ ചക്കയൊക്കെ കൊണ്ടുപോയി വെക്കുന്നുണ്ടല്ലോ, ചക്ക. ഇവിടെയൊക്കെ ചക്കതേ തൊലിച്ച് വിൽക്കുക, ചുളയാക്കി കൊണ്ടങ്ങ് തോരൻ വെച്ചാൽ, വേവിച്ചാൽ, വറുത്താൽ, എന്തിനൊക്കെ ചെയ്താൽ മതി. ഇതിനകത്തുള്ള ചന്തയിൽ കയറാൻ തോന്നുന്നു കേട്ടോ. ഓ, ഇതിൻ്റെ അകത്തുള്ള ചന്തയിലോട്ടുള്ള എൻട്രിയാണ്. ഈ മാങ്ങ, ഇഞ്ചി, മഞ്ഞൾ, മലക്കറി എന്ന് വേണ്ട എല്ലാം ഉണ്ട്. അതാണ്ട പയർ. എത്ര? ഈ പയർ എത്രയായിരുന്നു? 20 രൂപ. 20 രൂപ. എനിക്ക് ഒരെണ്ണം മതി. ഞാനും എൻ്റെ പെണ്ണുമുളെ മാത്രമേ ഉള്ളൂ വീട്ടിൽ. നമ്മൾ 2 പേര് ഇത് മതി. എൻ്റെ ബാക്കിലത്തെ ഈ സ്റ്റിക്കർ കണ്ടിട്ട് പേടിയാവണം. എൻ്റെ ടീഷർട്ടിന്റെ പേടിയാവോ? പേടിക്കാൻ വേണ്ടിയാണ് ഇടുന്നത്. എല്ലാരും പേടിക്കണം.
ഓക്കെ, ഇനി അടുത്തടുത്തോട്ട് പോവാം നമുക്ക്. ഉച്ചയ്ക്ക് ഇതിപ്പോൾ സമയം ഉച്ചയായി കഴിച്ചു, പക്ഷെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഓണാണെന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ വേറെ വൈബായിരിക്കും. സവാള വാങ്ങണം കേട്ടോ, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നേരെ നമുക്ക് മട്ടൺ വാങ്ങണമെന്നുണ്ട്. മട്ടൺ കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ പക്ഷേ അകത്ത് കടയില്ല കേട്ടോ, ഇറച്ചി കട എല്ലാം പുറത്താണ്. അപ്പോൾ നമുക്ക് മട്ടൺ ഓർ ബീഫ് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ സമയം പക്ഷേ 12 മണിയായി, കിട്ടുമായിരിക്കില്ലേ? അത് കിട്ടുമെങ്കിൽ അതും കൂടി വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോവാം. കണ്ണും വീഴ്ച മേളിലോട്ട് ലൈറ്റ് നോക്കി കിടക്കുക. നല്ല ലേറ്റ് ആയി. ഇന്നലെ വലിയ നിർബന്ധമില്ലായിരുന്നു. ഉച്ചക്ക് ലഞ്ച് കഴിച്ചു, ലൈറ്റ് നോക്കി കിടക്കുക. ഇന്നലെ പ്രശ്നമില്ലായിരുന്നു. ഇന്നലെ നമ്മൾ ഫുള്ള് കുക്ക് ചെയ്യാൻ സമയം കിട്ടി, ഉച്ചയ്ക്കലത്ത് നല്ല മീനുണ്ടാക്കി, നമ്മൾ രാത്രി നമ്മൾ ഡിന്നർ ഉണ്ടാക്കി, എല്ലാം കറക്റ്റ് ടൈമിലാണ്. ഇന്നത്തെ കാര്യം ഫുൾ ഇതായിരുന്നു. നമുക്ക് 3 പേർക്ക് എത്ര അരി ഇടുന്നു? 3 പേരില്ല, അരി തിന്നുന്നത് 2 പേരേ ഉള്ളൂ. ഒരു ഗ്ലാസ് അരി ഇച്ചിരി ഇട്ടാ മതി. അതും ഇന്നലെ ഞാൻ ഇച്ചിരി തോന്നിയിട്ട്, അപ്പൊ പിന്നെ രാത്രി അത് തന്നെ കണക്ക് നോക്കാതെ മെനങ്ങാന്നിട്ടിട്ട് ഇഷ്ടം പോലെ ചോറ് കുഞ്ഞ് കരച്ച് ദാ വരുന്നേ അമ്മച്ചി, ദാ വരുന്നേ, അരി അടുപ്പിട്ടോട്ടെ. മട്ടൻ കറി, നല്ല പൊന്നിയരി ചോറ്, തോരൻ വേണോ മെഴുക്കുവരട്ടി വേണോ? മെഴുക്കുവരട്ടി മതി. ഇഷ്ടം. എനിക്കതിഷ്ടം. ആടുമ്പോ കരച്ചിൽ മാറുന്നുണ്ടോ? മറ്റേ ഇല്ല സാധനം വാങ്ങണം ഗൈസ്. ഈ ഇലക്ട്രിക്കലായിട്ട് ആടുന്ന സാധനം ഉണ്ടല്ലേ, ആ സാധനം വാങ്ങിച്ച അത്യാവശ്യം കേട്ടോ. കണ്ട ആടുമ്പോ അവൻ മയങ്ങും, കണ്ണിങ്ങനെ മയങ്ങി പോകും. അഞ്ച് മൂടനുസരിച്ച് മട്ടന്റെ മൂടോ നമ്മുടെ മൂടാ? രണ്ടുപേരുടെയും മൂട്. ബീഫിനും മട്ടനും ഒരേ വേവല്ലേ? ഏകദേശം കറക്റ്റ് അറിയത്തില്ല. മുറ്റിയ ബീഫ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന് കുറച്ചുകൂടെ സമയം വേണം. ഉപ്പ് ഇത്ര മതിയല്ലോ. എന്റെ ഇടയ്ക്കൂടെ ഇതും കൂടെ നോക്കിയില്ലെങ്കിൽ പണി കിട്ടും. എന്തോ കളർ നോക്കിയേ, കുരുമുളക് കുറച്ചു കിട്ടോ. അല്ല എരിഞ്ഞിട്ട് അത് പറയാൻ പറ്റത്തില്ല. മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് വേവിക്കും കേട്ടോ, വേറെ ഒരു പരിപാടിയില്ല. അത് മട്ടന്റെ ഒരു ഇത് കിട്ടണം, വേറെ മസാല ഇട്ടിട്ട് കൂടാക്കരുത്. സത്യം പറഞ്ഞാൽ കൈയിട്ട് അങ്ങോട്ട് ഇളക്കണമെന്ന് പിടിച്ചാണെന്ന് കൈയിട്ട് ഇളക്കമുള്ള ഉപ്പൊക്കെ കറക്റ്റ് ഇട്ടല്ല. നക്കി നോക്കാൻ പോകുന്ന ഉപ്പ് നോക്കാൻ വേണ്ടി തുടങ്ങിയതാ. അതിങ്ങനെ പച്ചറച്ചിയിൽ ഉപ്പ് നോക്കുന്നവരുണ്ട് കേട്ടോ, അങ്ങനെ നോക്കുന്നവരുണ്ട്. ഞാൻ നോക്കാറില്ല. ഇപ്പൊ കണ്ടില്ലേ ഇതിനിടെ കൂടെ അയ്യോ പുകയുന്നേ. ഗ്യാസിന് ഭയങ്കര ഗ്യാസിന് എന്തെങ്കിലും പ്രശ്നം തീയാണ്. അടി എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ അടിച്ചോ. എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എല്ലാം കൂടെ? അയ്യോ കുക്കിംഗ്, കുഞ്ഞിന്റെ കാര്യം നോക്കണം, വീട് തൂക്കണം, വീട് തുടയ്ക്കണം. എന്ത് ചെയ്യാനാ, എല്ലാം പെട്ടെന്ന്. ഇത് മാത്രം എളുപ്പമാണ്, എല്ലാം പെട്ടെന്ന് സവള കുത്തിയൊക്കെ നിറച്ചാണ് അരിയണം, പെട്ടെന്ന് ആയിക്കോളും. മതിയല്ലോ, മതി. ബാക്കി മട്ടനെ ഇടാം. ായിട്ടൊക്കെ അരിയുന്നു. ഉടയണം. ഇനി ഒരു 2-3 വിസിലും കൂടി ആക്കി നമ്മളെ മട്ടൻ കറി റെഡി ആട്ടാ. പച്ചമുളക്, കുറച്ച് മസാലപ്പൊടിയും മല്ലിപ്പൊടി ഇട്ടേ. ഇനി മിക്സ് വെല്ല്. അങ്ങനെ കാണാൻ ഒരു ലുക്കില്ല അല്ലേ ഗൈസ് കറിക്ക്, പക്ഷെ ലുക്കാവും കേട്ടോ. ഒന്നും സെറ്റായി വരട്ടെ.
ഈ ചക്കവരിലൊക്കെ ഉണ്ടാക്കണം സ്വന്തമായിട്ട്. ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ചക്കവരിലൊക്കെ മായമാണ്. ചക്ക സീസൺ മാർച്ച് തൊട്ടേ തുടങ്ങത്തുള്ളൂ. ഞാൻ ചന്ത പോയപ്പോ അവിടെ പോത്തൻകുടി ചന്തയിൽ ചക്കയൊക്കെ ഇട്ട് വിൽക്കുന്നു. ഞാൻ ഇപ്പൊ ആലോചിച്ചു, നമ്മളവിടെയൊക്കെ ചക്ക പഴുത്ത് താഴെ വീണാലും ഒരു പട്ടിക്കുഞ്ഞ് മൈൻഡ് ചെയ്യൂല. ആൾക്കാർ കൊണ്ടുപോകും തമിഴ്നാട്ടിലോട്ടൊക്കെ. ഇവിടുന്ന് നല്ല സാധനം അങ്ങോട്ടും കൊണ്ടുപോകും, അവിടുന്ന് ചീത്ത സാധനം ഇങ്ങോട്ടും കൊണ്ടുതരും. അവന്മാര് വിഷം അടിച്ച സാധനങ്ങൾ നമ്മൾ തിന്നണം, നമ്മളെ നല്ല സാധനങ്ങൾ അവന്മാർ കൊണ്ടുപോയി ചെയ്യും. ചക്ക ഫുള്ള് അവരെ കൊണ്ടുവന്ന്. ചക്ക ഒരു വികാരം. സത്യം പറഞ്ഞാൽ ചക്കയാണ് എന്തൊക്കെ സംഭവങ്ങളാണ്. ഇവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങണം. ഇപ്പൊ ചൂടൊന്നുമില്ല കേട്ടാ, ചൂടില്ല, ചെറിയ കാറ്റുണ്ട്. കാറ്റൊക്കെ മൃദുലയുടെ കൊടുങ്കാറ്റ് അത്ര ഇല്ല കേട്ടാ, അത്രയും ആവരുത്, നോർമൽ കാറ്റ്. പക്ഷെ മൃദുലയുടെ വൈബ് കേട്ടാ. നമ്മളെ എന്തൊരു തണുപ്പാന്നറിയോ അവിടെ അല്ലേ. ഇപ്പൊ അവിടെ പോണം. ഇപ്പൊ നിങ്ങൾ ആരും തെമ്മലേക്ക് ഒന്ന് ഇട്ട് നോക്ക്, നൈസാണ് അവിടെ. ഞാൻ അന്ന് പോയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. തണുത്ത കാറ്റും രാത്രിയൊക്കെ കിടില്ല പുറത്തൊക്കെ ഇറങ്ങാൻ. അതല്ലേ ഇനി എന്താ പരിപാടി? ക്ലീനിങ് നടക്കുവാ. നീ തൂക്കണം, വാരണം. തുണി ഞാൻ ഇന്നലെ കഴുകി. കാക്കൊന്നും ഇവിടുത്തെ കാക്കും പൂച്ചക്കും ഒരു പേടിയില്ല കേട്ടോ. സത്യല്ലേ? പട്ടിയേക്കൂല്ല. നമ്മളെന്തോ തിന്നുവെന്ന് മനസ്സിലായി. ഇനി തുണി ഞാൻ ഇന്നലെ കഴുകൊണ്ട് കഴുകണ്ട. മിറ്റം തൂക്കണം, പരിക്കാൻ തൂക്കണം, തുടക്കണം. ചൊല്ലി കിടക്കുന്നു. ഇനി ഉറക്കമായിരിക്കും കേട്ടോ. ഇനി കുറച്ച് നേരം ഉറങ്ങിക്കോളും. പാല് കുടിക്കാൻ മാത്രം. ഈ ടൈമാണ് നമുക്ക് ജോലിയുള്ള ടൈം അവൻ തരുന്നത്. അത് ഈ ടൈമിനുള്ളിൽ നമുക്ക് തീർത്തോണം ബാക്കി കാര്യങ്ങളൊക്കെ. ഇന്നലെ പക്ഷെ ഇതിലും തോനെ നേരം ഉറങ്ങിയത് കൊണ്ട് ഞാൻ കുറേ ജോലികൾ തീർത്ത് ഇന്നലെ ദിവസം. ഞാൻ നിനക്ക് എല്ലാം മനസ്സിലാവുന്നെന്ന് എനിക്കറിയാം കേട്ടോ. ഈ സൈഡ് കണ്ട സുഹൃത്തുക്കളെ, ഫുള്ള് നമ്മുടെ സാധനം വാങ്ങിച്ചതിന്റെ ബേസ് ബോർഡുകൾ നമ്മൾ ആദ്യമൊക്കെ കത്തിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇതിനെ വെറുതെ എയർ പൊല്യൂഷൻ ആൾക്കാർ വരുമ്പോൾ കൊടുക്കണം. നമ്മുടെ ഫാൻ വാങ്ങിച്ചതിന്റെ, മിക്സി വാങ്ങിച്ചതിന്റെ, ഫ്രിഡ്ജ് വാങ്ങിച്ചതിന്റെ, വാഷിംഗ് മെഷീൻ വാങ്ങിച്ചതിന്റെ എല്ലാത്തിൻ്റെ ബേസ് ബോർഡ് ഇവിടെയും കിടപ്പുണ്ട്, ബാക്ക് സൈഡ് കിടപ്പുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആക്രിക്കാർക്ക് വന്നിട്ട് വേണം വാരി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം സൈഡിൽ കൂട്ടിയിട്ടേക്കോട്ടെ. എല്ലാത്തിൻ്റെ ഉണ്ട് ബേസ് ബോർഡ്. ഈ ഇത്രയും സാധനം നമ്മൾ വാങ്ങിച്ചില്ലേ? അപ്പുറത്ത് വേറെ കിടപ്പുണ്ട്. വാഷിംഗ് മെഷീൻ്റെ ഒക്കെ വലിയത്. അപ്പൊ ഉണരുന്നതിന് കിണുങ്ങുന്നതിന് മുന്നേ ഇവിടെ കണ്ട ഫുള്ള് പറഞ്ഞു ഓർമ്മേണ്ട തക്കാളി വഴുതനയൊക്കെ ഇവിടെ ആരൊക്കെ നടുവെന്ന്. ചെടി വാങ്ങിക്കാൻ പോയാ നമ്മള്? ചെടി വാങ്ങാൻ പോയില്ല. തുണി പിന്നെ ഇന്നലെ കഴുകിയത് കൊണ്ട് ഉണങ്ങി ഏകദേശം. കുറച്ച് നേരം ഇവിടെ ഉണങ്ങും കേട്ടോ. ഇവിടെ വെയിലടിക്കും അത്യാവശ്യം. ഈ അലകല്ലിൽ ഇന്നേ വരെ തുണി അടിച്ചിട്ടുണ്ടോ? അമ്മ ഒരു വട്ടം കഴുകിയത് തോന്നുന്നു. കഴിയില്ലേ? പിന്നെ പൈപ്പ് കെട്ടി വെച്ച്. ഇത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ്. എന്താണോ എന്താ, ഞാനല്ല അച്ഛനായിരിക്കും കെട്ടി വെച്ചത്. എന്തിനാ പൈപ്പ് കെട്ടി വെച്ചേക്കുന്നത്? ആരും തുറക്കാതിരിക്കാൻ. ഇവിടെ ആരും യൂസ് ചെയ്യത്തില്ല, അതുകൊണ്ടായിരിക്കും കെട്ടി വെച്ചിരിക്കണത്. ഇങ്ങനെ എല്ലാം കൂടിയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ടഫായിട്ട് തോന്നുന്നുണ്ടോ? വീട്ടു ജോലിയും ബാക്കി കാര്യങ്ങളും എല്ലാം കൂടി ടഫ് ഉണ്ട്, എന്നാലും ഇഷ്ടത്തോടെ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. കിഡ്നി ടച്ചിങ് വേർഡ്. പണ്ടത്തെ പോലെ ഞാൻ ഭയങ്കര സ്ലോയിലെ ജോലി ചെയ്തോളായിരുന്നേ. ഇപ്പൊ സ്പീഡാ. അവ അടുത്ത കരയുന്നതിന് മുന്നേ ചെയ്ത് തീർക്കണം ഈ ജോലി. അതിലിപ്പം പ്ലാനിങ്ങാ ഭയങ്കര. ഈ ജോലി ചെയ്തിട്ട് ആ ജോലി ചെയ്യണം, ആ ജോലി ചെയ്തിട്ട് ഈ ജോലി ചെയ്യണം. മനസ്സിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തോണ്ടാ ജോലിയും ചെയ്യുന്നത്. ചെടിയൊക്കെ കരിഞ്ഞല്ലോ മുതലേ. കരിഞ്ഞില്ലേ? പക്ഷെ ഇത് കിളിക്കും. ഈ അടിയിലത്തേതാണ് ഈ കിളിക്കുന്നെങ്കിലാണ് മേളിലെ കിളിർപ്പുണ്ട്. അത് അവിടെ നിങ്ങോണ്ട് വന്ന് നത്തേന്റെ അത് പിന്നെ കിളിച്ചോളൂ. കിളിച്ചാ മതിയായിരുന്നു കേട്ടാ. കറക്റ്റ് 5:30 ആവുമ്പോ അമ്പലത്തിലെ പാട്ടിടും, റെക്കോർഡിടും. അത് കേൾക്കുമ്പോ എനിക്ക്, ഞാൻ ഇതുപോലെ എന്തെങ്കിലും ചെയ്തോണ്ടിരുന്നാലും അറിയാം, അയ്യോ 5:30 ആയി. റെക്കോർഡ് കേൾക്കുമ്പോ അറിയാം. ഒരു അമ്പലത്തിലും പോയില്ല കേട്ടാ. അവന് പോകാൻ പറ്റാത്തത് കൊണ്ട് കുഞ്ഞിനെ ഒരാൾ എടുക്കാൻ വേണം, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേരും ഒന്നും ചേരാൻ പറ്റത്തില്ല. ഇല്ല, അല്ലെങ്കിൽ ഒരാൾ കയറി തൊഴുതിട്ട് പിന്നെ ഒരാള് വെളി നിൽക്കേണ്ടി വരും. കുളിച്ച് ഞാനും ഞങ്ങളും ഭയങ്കര തലവേദന ഉറങ്ങാഞ്ഞിട്ടാ. 2-3 ദിവസം കൊണ്ട് ഉറക്കില്ല. ഇന്നലെ ഒട്ടുമില്ലായിരുന്നു. ഞങ്ങള് സുഖമായിട്ട് ഉടങ്ങി എഴുന്നേറ്റ് അപ്പിയൊക്കെ ഇട്ട് കുളിച്ച് ചുണ്ടന. എന്നെ കുറിച്ചാണ് ഈ പറയുന്നേന്ന്. ഞാൻ ഇതൊന്നും ചെയ്തില്ലാന്ന്. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അച്ഛനും അമ്മയും കള്ളം പറയാ. ഇടക്കിടക്ക് നമ്മള് സംസാരിക്കുന്നതിന് ശബ്ദം ഉണ്ടാക്കും അല്ലേടാ. എന്തുവാ ഇപ്പൊ കുറച്ചു പാല് കുടിച്ചോണ്ടിരുന്നപ്പോഴേ ചിരിച്ചിട്ട് ഇങ്ങനെ ആക്കിയടാ. ഞാൻ ഉറക്കത്തിൽ നീ ആരോടാ കാര്യം പറയുന്നത്?
എന്തെങ്കിലും പറയാനുണ്ടോ? പറ. അയ്യോ വേണ്ട, അവൻ സംസാരിക്കണ്ട. അവൻ സംസാരിച്ചാലപ്പോ അവനും ഓവറാന്ന് പറഞ്ഞാലോ. എല്ലിടാ അവൻ വായിലെന്താ കൊടുക്കുവാന്ന് ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ കുറച്ചുകൂടെ ഇതിന് പൊക്കം ഉണ്ടായിരുന്ന പിള്ളേര്. അമ്മച്ചി കാണിക്കുന്നുണ്ടോ? നീ ഇവിടെ കിടന്ന് എന്ത് സൈക്കിളാ വെട്ടുന്നേ? അമ്മച്ചി അവിടെ ഞങ്ങൾക്ക് ഇപ്പഴാ നേരം വെളുത്തേ, അതുകൊണ്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ബീഫ് അടിപൊളി. നാളത്തേക്ക് ഉണ്ടല്ലോ ഇതില്. സത്യം പറഞ്ഞാലേ എനിക്ക് മട്ടൻ, ചിലര് ബീഫാന്ന് പറഞ്ഞ് തിന്നാ ഞാൻ അത് വിശ്വസിക്കും. എനിക്ക് മട്ടനും ബീഫും വലിയ വ്യത്യാസം ചിലപ്പോ അറിയത്തില്ല. എല്ല് കാണുമ്പോ നമുക്കത് അറിയാൻ പറ്റും. എല്ലിന്റെ ഒരു സംഭവം ഏതെല്ലാം അറിയോ? ഇതിനകത്തുണ്ട് ഒരു എല്ല്. ഈ എല്ല് കാണുമ്പോ അറിയാം മട്ടനാണ്. അല്ലെങ്കിൽ ബീഫാന്ന് പറഞ്ഞു തന്നാ ഞാനത് വിശ്വസിച്ച് കഴിക്കും. ഫ്രഞ്ച് ഫ്രൈസാ ചോറിനോട് തിന്നൂടെ? കഴിച്ചോ? അങ്ങനെ ഇന്നൊന്നും എഴുതി വെച്ചിട്ടില്ലേ ഫ്രഞ്ച് ഫ്രൈസ്? എനിക്ക് ഇഷ്ടം അങ്ങനൊന്നുമില്ല. ചോറിന്റെ കൂടെ തിന്നുന്നവർ കമന്റ് ചെയ്യുക. ഉറങ്ങിയിട്ടില്ല, എപ്പോ വേണേലും വിളി വരാം. അതിന് മുന്നേ നമുക്ക് കഴിക്കാം. കഴിക്കാറില്ല. ഞാൻ അവനെ കയ്യിൽ വെച്ചോണ്ട് കഴിക്കട്ടെ. എടുത്തോണ്ട് വരാം. ബാ കഴിക്കാം, കരയുന്നതിന് മുന്നേ. മട്ടൻ കറി വേണോ? മട്ടൻ കറി കിട്ടിക്കോളും. ചൂടില്ലേ? ബൈ ബൈ. ചേട്ടൻ കഴിക്കേ, ഞാൻ വരാം. കിട്ടണ സോഫ്റ്റ്. മജ്ജ കയറിപ്പോയി. ഇളക്കി തോരൻ എടുക്കല്ലേ? തോരനോട്ട് വെച്ച് മാങ്ങാച്ചർ വേണ്ടേ? മാങ്ങാച്ചർ വേണ്ട. ആ ഒരു ഫീലങ്ങ് പോയാലോ. അടിപൊളി. സൂപ്പർ കാണാം. എന്താ ഞാൻ വെക്കുന്ന എല്ലാം കൊള്ളായില്ലേ? ഒറ്റ കുക്കാണോ? നല്ല നെയ്യുള്ള മട്ടനായിരുന്നു. നല്ല മട്ടനായിരുന്നു. ഇനിയുണ്ട് ഒരു മജ എനിക്ക്. നെയ്യ് അവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് അടിപൊളിയായിട്ടോ. പൊളി കഴിച്ചില്ല. കൈ എന്തെങ്കിലും മാന്തു കേട്ടാ അപ്പുറത്തെ കൈ ഇങ്ങനെ ആക്കുക. മാന്ത ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. അവനെ ഉറക്കി കിടത്തി. 6:30 കഴിഞ്ഞാൽ ഫുഡ് കഴിക്കില്ലെന്നാ പറഞ്ഞേക്കുന്നത്. സോഫ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. സോഫ്റ്റ് ആണ് അംഗം തുടങ്ങാൻ പോകുന്നത്. അംഗം, രാത്രിയിലത്തെ അംഗം. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ സുഹൃത്തുക്കളെ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മുടെ അംഗം തുടങ്ങാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള മട്ടണൊക്കെ കഴിച്ച് നമ്മളത് എനർജി ഏറ്റി ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത അംഗത്തിന് വേണ്ടിയുള്ള അല്ലേ മുതലേ. നിങ്ങൾ അടുക്കള പാത്രം കഴുകണം, കിച്ചൺ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓണരും. പിന്നെ അങ്ങോട്ട് അംഗമാണ്. ഈ മട്ടണൊക്കെ നിങ്ങൾ വാങ്ങിച്ചത് എന്തിനാന്നാണ് വിചാരിച്ചത്? എനർജി. കാരണം നല്ല വെളുപ്പകാലം വരെ ഉറക്കൊഴിഞ്ഞിരിക്കാനുള്ളതാണ്. ഞാനിപ്പോൾ കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്, തീർത്തിട്ട് വരാം. ഡാൻസ് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നു, റീൽ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. നമ്മളെ എല്ലാം ഒതുങ്ങി. അപ്പോൾ ഉറങ്ങാൻ ടൈം എടുക്കുന്നത്. അവ അവിടെ ഉണർന്ന് കാലത്ത് എക്സസൈസ് ആടാ. സൈക്ലിങ് സൈക്കിൾ താരാവുന്നത് തോന്നുന്നു. ഭയങ്കര സൈക്ലിംഗ് ആണ്. അപ്പോൾ അതെ അവ ഇവിടെ കിടക്കുന്നു. നമ്മളൊരു ക്യാമറ കൊണ്ട് സെറ്റ് ചെയ്തിട്ട് ഡാൻസ് കളിക്കാനുള്ള പരിപാടിയില്ല അല്ലേ പറഞ്ഞല്ലേ. അപ്പം വീഡിയോ എടുത്തിട്ട് വരാം ഗൈസ്. അതെ അത് വെറും വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം, അല്ല അങ്ങോട്ട് പോകും.
ഗൈസ് അങ്ങനെ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ സുഹൃത്തുക്കളെ അവ സഹകരിച്ച് അയ്യാൻ വരെ കരഞ്ഞൊന്നുമില്ല. കുറച്ചേരം ഉറങ്ങി കുറച്ചേരം ഉണർന്ന് തന്നെ കിടന്ന് ഇനി സുഖമായിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും. മൃദുല കുഞ്ഞിനെ നോക്കും. സമയം എത്രയായി ഗൈസ് 2:27 ഗൈസ്. എന്റെ മോനെ ഞങ്ങളിപ്പോ ഉറങ്ങും. ഇന്ന് വലിയ കരച്ചിലില്ല, മറ്റേത് കരച്ചില്ല, ഞാൻ ഓടണം. ആണല്ലേ? ഇന്ന് വലിയ കരച്ചില്ല. പകലായിരുന്നു നിർബന്ധം. പകലായിരുന്നത്. പകലൊന്നും അങ്ങനെ ഉറങ്ങിയില്ല. ഉച്ച കഴിഞ്ഞ് ഉറങ്ങി, രാവിലെ ഒന്നും ഉറങ്ങിയില്ല. രണ്ടുപാടാ മടിയോടെ കിടന്ന് ഉറങ്ങിക്കോ നീ? ഞങ്ങള് പാലിന. അടിപൊളിയായിരുന്നു കേട്ടോ. വീഡിയോ ഒക്കെ സൂപ്പർ ആയിട്ട് എടുത്ത്. അവൻ കരഞ്ഞൊന്നുമില്ല. സമയം 2:44. എടാ ഒരുപാട് പരിപാടി നീ കാണിക്കരുത് കേട്ടല്ലേ? ഹാപ്പി ശിവരാത്രി. ഹാപ്പി ശിവരാത്രി. പറയൂ. അപ്പൊ പോന്നല്ലേ ഇപ്പോ ഹാപ്പി ആയിട്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞുമായിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഒരു ദിവസം എന്ന് പറയണത്. ഇങ്ങനെ ഇല്ല വെറുതെ ഇന്ന വെച്ച് നിർബന്ധമൊക്കെ ഉള്ളതുണ്ടായി. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് പോയി. ഇന്ന് പകല് നമ്മക്കൊട്ട് സമയമൊന്നും കിട്ടിയില്ല, കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ടൈം കിട്ടിയില്ല. വൈകിട്ടാണ് നമ്മൾ കുളിച്ചിട്ട് കഴിഞ്ഞിട്ടാണ്, കുളിക്കുന്നതിന് മുമ്പ് വൈകിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യണം. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇല്ല ഉറങ്ങിയിട്ടില്ല, നമുക്ക് നടക്കാം. ഹാപ്പി ആയിട്ട് നമ്മുടെ ഈ ഒരു വ്ലോഗോടെ വൈൻഡ് അപ്പ് ചെയ്യണ സുഹൃത്തുക്കളെ. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീടുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ. അയ്യോ ഈ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂല. ഗൈസ് ഗുഡ് നൈറ്റ് പറയുന്നില്ല, ബൈ ബൈ ഗൈസ്. നമുക്ക് നൈറ്റ് ഇല്ല. ഇവ ഉറങ്ങുമ്പോഴാണ് നമുക്ക് നൈറ്റ്. ഹാപ്പി ശിവരാത്രി ഗൈസ്.